48 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ മുഴുവൻ മിസൈൽ ശേഖരവും തകർക്കാമെന്ന് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായിട്ടുള്ള മൊസാദ് ഉറപ്പ് നൽകിയപ്പോൾ ലോകം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്നു. പക്ഷേ ആ ഉറപ്പ് വെറുമൊരു മരീചികയായിട്ട് മാറിയപ്പോൾ ശരിക്കും കുടുങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഇസ്രായേൽ നൽകിയ തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ച് യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച ട്രംപ് ഭരണകൂടം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ഈ ഒറ്റ സംഭവത്തിൽ തന്നെ ഈ യുദ്ധത്തിന്റെ മുഴുവൻ കഥയും ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില അണിയറ രഹസ്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് പ്രഖ്യാപിക്കപ്പെട്ട ആ 2 ആഴ്ചത്തെ വെടിനിർത്തലിനെ കുറിച്ചാണ്. യുദ്ധം അവസാനിച്ചു, സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നൊക്കെയാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക. പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ തമാശ. സമാധാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇസ്രായേലിനെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അലർജിയാണെന്ന് തോന്നുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. അതിനു മുമ്പേ അത് ലംഘിക്കാനുള്ള പ്ലാനുകൾ ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു. ലെബനാനിലും ബെയ്റൂട്ടിലുമൊക്കെ ഇസ്രായേൽ ഇതിനോടകം തന്നെ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. വെടിനിർത്തൽ കരാറിൽ ലെബനാൻ ഉൾപ്പെടില്ല എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറയുന്നത്. ഇത് വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് യുദ്ധം എങ്ങനെയെങ്കിലും തുടർന്നു കൊണ്ടുപോകാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ്. എന്തിനാണ് നെതന്യാഹു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. അതിന് ഉത്തരം കിട്ടണമെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് യുദ്ധമുഖത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. ഹിസ്ബുള്ളയുടെ കഥ കഴിഞ്ഞു, അവരുടെ ആയുധങ്ങളൊക്കെ തീർന്നു എന്നായിരുന്നു ഇസ്രായേൽ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു? ഇസ്രായേലിലെ കണക്ക് കൂട്ടലുകളെല്ലാം പാടെ തെറ്റി എന്നുള്ളതാണ്. വടക്കേ ഇസ്രായേലിൽ ഹിസ്ബുള്ള നിരന്തരം ഒന്നിനു പുറകെ ഒന്നായിട്ട് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇസ്രായേൽ സൈന്യത്തിന്, അതായത് IDFന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ ആക്രമണങ്ങളിൽ സംഭവിച്ചത്. ഇത് വേറെ ആരും പറയുന്നല്ല, IDF തന്നെ പുറത്തുവിട്ട കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. തങ്ങൾ വിചാരിച്ചതിലും എത്രയോ വലിയ ശക്തിയാണ് ഹിസ്ബുള്ള എന്ന് ഇസ്രായേലിനെ ഇപ്പോൾ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. ഈ ഒരു പരാജയം മറച്ചുവെക്കാനും സ്വന്തം ജനതയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും നെതന്യാഹുവിനെ എങ്ങനെയെങ്കിലും യുദ്ധം തുടർന്നേ തീരൂ. കഴിഞ്ഞ 40 വർഷമായിട്ട് നെതന്യാഹു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്വപ്നമുണ്ട്. ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കുക, ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇല്ലാതാക്കുക, അങ്ങനെ ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. പക്ഷേ ചരിത്രം നെതന്യാഹുവിന് നൽകിയത് വലിയൊരു തിരിച്ചടിയാണ്. തന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ വേരോടെ പിഴുതെറിയാൻ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായിട്ടുള്ള ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇറാനെ തകർക്കുക എന്നത് ഇന്നും ഒരു സ്വപ്നമായി തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം നെതന്യാഹുവിനെ എത്രത്തോളം നിരാശനാക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അറബ് രാജ്യങ്ങളുടെ നിലപാടിലേക്ക് വരുന്നത്. അമേരിക്കയും ഇസ്രായേലും ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നത് ഇറാനെതിരെ ഒരു യുദ്ധം വന്നാലേ ഗൾഫ് രാജ്യങ്ങളെല്ലാം അവരുടെ കൂടെ നിൽക്കുമെന്നാണ്. പക്ഷേ സംഭവിച്ചത് എന്താണ്? അറബ് രാജ്യങ്ങൾ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു മൗനം പാലിച്ചു. ആരും പരസ്യമായിട്ട് ഇറാനെതിരെ രംഗത്ത് വന്നില്ല. അമേരിക്ക തങ്ങളെ സംരക്ഷിക്കുമെന്ന പണ്ടത്തെ ആ വിശ്വാസമൊക്കെ ഈ രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് ഈ ഭരണാധികാരികൾക്ക് നന്നായിട്ട് അറിയാം. ഇസ്രായേലിനെ പിന്തുണച്ചാൽ അത് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകുമെന്ന് അവരെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും കിട്ടിയ വലിയൊരു പ്രഹരം കൂടിയാണ്. അറബ് രാജ്യങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അമേരിക്കയുടെ സ്വന്തം കൂട്ടുകാരായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഇസ്രായേലിന് പിന്തുണയുമായിട്ട് വരാൻ നാറ്റോ രാജ്യങ്ങളോ കാനഡയോ ഓസ്ട്രേലിയയോ തയ്യാറായില്ല. ട്രംപിന്റെ പല നയങ്ങളോടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ എതിർപ്പും ഇറാനുമായിട്ടുള്ള അവരുടെ വ്യാപാര താൽപര്യങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്. പല രാജ്യങ്ങളും ഈ വിഷയത്തിൽ നിഷ്പക്ഷത പാലിച്ചു. ചിലര് പരസ്യമായിട്ട് തന്നെ ഇസ്രായേലിന്റെ നിലപാടുകളെ എതിർക്കുകയും ചെയ്തു. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേലും അമേരിക്കയും എത്രത്തോളം ഒറ്റപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്. ലോകം മുഴുവൻ തങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള അവരുടെ അഹങ്കാരത്തിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണിത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ അമേരിക്കൻ പ്രതിസന്ധിയിലേക്ക് വരാം. ഇറാന്റെ മിസൈൽ ശേഖരം വെറും 2 ദിവസത്തിനുള്ളിൽ, അതായത് 48 മണിക്കൂറിനുള്ളിൽ ഇല്ലാതാക്കാൻ കഴിയും എന്നായിരുന്നു മൊസാദ്
മൊസാദ് ട്രംപിന് നൽകിയിട്ടുള്ള റിപ്പോർട്ട്. ഈ ഒറ്റ ഉറപ്പിന്റെ പുറത്താണ് അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനെ പിന്തുണയുമായിട്ട് യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇറാന്റെ മിസൈലുകൾ തീർന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ തിരിച്ചടികൾ കൂടുതൽ ശക്തമാവുകയും ചെയ്തു. ഇതോടെ ട്രംപ് ഭരണകൂടം ശരിക്കും വെട്ടിലായി. തെറ്റായ വിവരങ്ങൾ നൽകി തങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചയച്ച ഇസ്രായേലിനോട് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ കടുത്ത അമർഷം പുകയുന്നുണ്ട്. ഇത് അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹുവിന്റെ ഭാവി എന്താകും എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇസ്രായേലിൽ ഉടൻ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന് വലിയൊരു തോൽവി നേരിടേണ്ടി വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെ വിലയിരുത്തുന്നത്. ഒരു വശത്ത് അഴിമതി കേസുകൾ, മറുവശത്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ്. അധികാരം നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ജയിലിനുള്ളിലെ ജീവിതമായിരിക്കും. അതുകൊണ്ട് തന്നെ തന്റെ അധികാരം നിലനിർത്താൻ ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറായിരിക്കും. പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുക എന്നത് അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരേയൊരു വഴിയാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. കാരണം സമാധാനം എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടുള്ള മരണം കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു സാധാരണ യുദ്ധമല്ല, ഇതൊരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. പരാജയപ്പെട്ട ഒരു ഭരണാധികാരി തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന അവസാനത്തെ ശ്രമം കൂടിയാണിത്. തെറ്റായ വിവരങ്ങളുടെയും അഹങ്കാരത്തിന്റെയും പുറത്ത് പണിതുയർത്തിയ ഒരു സാമ്രാജ്യം തകർന്നു വീഴുന്നതിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാത്തിരുന്നതിനെ നമ്മൾ കാണണം. എന്തായാലും പശ്ചിമേഷ്യയിൽ ഉടനെങ്ങും ഒരു സമാധാനം പുലരാൻ സാധ്യതയില്ല എന്നത് ഒരു നഗ്നമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്.